ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീട് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് ലുക്കും ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ നില വീടാണ്. അപ്പോൾ ഈ ഒരു വീടിന് 3 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. പുറമേ ഒരു എക്സ്റ്റീരിയറൊന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഫ്രണ്ട് ഗേറ്റ് ആയാലും എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ബഡ്ജറ്റഡ് വീടാണ്. നിങ്ങൾക്കപ്പം ഇതിൻ്റെ അവസാനം നമ്മളതിൻ്റെ റേറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്കിതിന് തൊട്ടടുത്ത് തന്നെ ഇനി കാട്ടാക്കടയൊക്കെ പോകുന്നുണ്ട്. മലയൻകീഴ്, കാട്ടാക്കട, പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് എത്താൻ പറ്റും. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 250 മീറ്റർ മാത്രം ട്രാവൽ ചെയ്ത് നമുക്കിവിടെ വരാം. അന്തിയൂർക്കുളം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്ററും മലയൻകീഴിൽ നിന്ന് നമുക്കൊരു 3 കിലോമീറ്ററും ആണ് നമുക്കിവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കണ്ടോ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ അകത്തോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഫുള്ള് നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ചുറ്റും കണ്ടോ റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് ഫുള്ളും അടുത്ത് തന്നെ വേറെയും വീടുകളെല്ലാം തന്നെ ധാരാളം വരുന്നുണ്ട്. നമുക്കിവിടെ ടാറൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കാറൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഇവിടെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഫുള്ള് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിൽ നമുക്കിവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് സൈഡിൽ നമുക്ക് പ്ലാന്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വീടിന് നമുക്ക് ബോർവെല്ലും പൈപ്പ് കണക്ഷനാണ് ഉള്ളത്. ബോർവെല്ല് നമുക്കിവിടെ ഈ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് ബോർവെല്ലിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ളത്. കണ്ടോ ഇവിടെ സ്ലാബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് പ്ലാന്റ് കൊടുത്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെയർ കയറി നമുക്ക് ടെറസിൽ പോകാൻ വേണ്ടി കണ്ട ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മുകളിലോട്ട് ടെറസിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പ്രീമിയം ലുക്ക് പോലെ നമുക്ക് കിട്ടുന്ന രീതിക്കാണ് ഇവിടെ ഫ്രണ്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ രാത്രിയൊക്കെ നമുക്ക് ഈ വീട് കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം വരുന്നത് 12x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ സ്പോട്ട് ലൈറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സിറ്റ് ഔട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 12x4 ഇവിടുത്തെ ഡയമെൻഷൻ വരുന്നത്. ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. നമ്മളിവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഡബിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോറ് ഫുള്ളും തന്നെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ തേക്ക് ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ഡോറുള്ള ഒരു വാതിലാണ് നമുക്കിവിടെ വരുന്നത്. ഫ്രണ്ട് എൻട്രൻസിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടള വരുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ ഡോറ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ തട്ടായിട്ട് തിരിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ലിവിങ് ഏരിയ, ഈ ഭാഗത്ത് ഇവിടെ ഡൈനിങ് ഏരിയ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ദാണ്ട് ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. പിന്നെ നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, പിന്നെ ഒന്ന് പുറത്ത് ഇവിടെ ഒന്ന് വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു 3 ബെഡ്റൂം നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീട് ഫുള്ള് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ഭാഗവും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവിടുത്തെ ലിവിങ് ഏരിയ നമുക്ക് 14x12 ഡയമെൻഷനാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ കണ്ടോ നമുക്കിവിടെ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫാന് നമുക്കത് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വരുന്ന TV യൂണിറ്റ് നല്ല വലിപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കും അതിൻ്റെ കൂടെ വരുന്ന ഒരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു TV യൂണിറ്റിന് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. കണ്ടോ നമുക്ക് ഇവിടെ TV ഓണാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചാൽ നമുക്ക് ഇപ്പുറത്ത് നമുക്ക് കണ്ടോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് കാണാം. അപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും നമുക്ക് കാണണമെങ്കിലും കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ നമുക്ക് ആ TV കണ്ടോ ഇവിടെ ഇരുന്നും കാണാം. ആ ഒരു സെറ്റപ്പിലാണ് നമുക്കിവിടെ TVയുടെ സംഭവം ചെയ്തിട്ടുള്ളത്. അതൊരു മൾട്ടി പർപ്പസിങ് ആയിട്ട് നമുക്ക് തോന്നി. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കാണണമെങ്കിൽ ഇവിടെ സോഫയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു നമുക്ക് തിരിച്ച് വെച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. അപ്പോൾ അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ TV യൂണിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ള് നമുക്ക് ബോഡിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഡെക്കോറൈറ്റ് ഇനിയും വയ്ക്കാൻ വേണ്ടിയുള്ള കണ്ടോ സ്പേസ് എല്ലാം ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡെക്കോറൈറ്റൊക്കെ ഇനിയും വാങ്ങിച്ച് വയ്ക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ താഴെ നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക്
വരുന്നത് 14x12 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെയാണ് 2 വിൻഡോ വരുന്നത്. ബ്ലൈൻഡ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. നമുക്ക് തൊട്ടിപ്പുറത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ. ഇപ്പോൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം തന്നെ ഇവിടെ പ്രൊഫൈൽ. അപ്പോൾ ഇവിടെ നമുക്ക് സീലിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിലുണ്ടോ നല്ലൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലോസി ടൈപ്പ് പോലത്തെ, തിളങ്ങുന്ന ടൈപ്പ് പോലത്തെ ഒരു നമുക്കൊരു പെയിൻറ്റിങ്ങാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ടെയിലെല്ലാം തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഒരു കളറാണ് വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്കിവിടെയും ഒരു സൈഡിലായിട്ട് ഒരു വാഷിംഗ് കൗണ്ടർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിങ് കൊടുത്തിട്ട് ഒരു മിററും ഒരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കയറുന്ന ഭാഗത്ത് നല്ല ഡെക്കറേഷൻ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നമ്മളുണ്ടോ ടൈൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിച്ചണിൽ നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇവിടുത്തെ കിച്ചൻ്റെ കണ്ടോ കബോർഡ്സ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ടൈപ്പാണ് വരുന്നത്. ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇടയിൽ ഈ വൈറ്റും കൂടെ വരുമ്പോൾ നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കിവിടുത്തെ ഒരു പ്രീമിയം ലുക്കിലാണ് നമുക്കിവിടുത്തെ കിച്ചണെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ ഫുള്ള് കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് കണ്ട സിങ്ക് വരുന്നുണ്ട്, നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ആ 3 ബെഡ്റൂമും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്ത് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കിച്ചൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ബെഡ്റൂം കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനുള്ളതാണ് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് വിൻഡോ വരുന്നത്. നമുക്ക് ചെറിയൊരു വാർഡ്രോബ് ആണ് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഡോറും നമുക്കിവിടെ ഒരു വലിയൊരു മിററും താഴെ ധാരാളം സ്റ്റോർ സ്പേസ് അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. നമുക്ക് PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ മിററും ലൈറ്റിങ്ങും ബാക്കിയെല്ലാം തന്നെ കോമൺ ആയിട്ട് വരുന്നത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് കണ്ടോ നമുക്കിവിടെ വരുന്നത്. ടൈലിങ് ഇതാണ് വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വിൻഡോ ഇതാണ് വരുന്നത്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാ ഈ പോർഷനിലാണ്. നമുക്കിവിടെയും തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് കണ്ട നമ്മൾ അതേ ഒരു ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെയാണുള്ളത്. നമുക്ക് കയറി വരുന്ന ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ട് ഇട സൈഡിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് സെയിം സൈസാണ്. 12x10 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ടോ. അപ്പം ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു മിറർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ സൈഡിലാണ് വരുന്നത്. നമുക്ക് PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി സൈഡിൽ വരുന്ന ടൈലെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തത്തിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 45 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വീട് കാണാൻ വരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പ് എല്ലാം തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഒരു സ്വപ്ന വാഹനം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള നല്ല നല്ല വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.